രഘുവരൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു വിചിത്രമായ ചോദ്യം. താങ്കൾ ജീവിതത്തിൽ ആരെയെങ്കിലും തല്ലിയിട്ടുണ്ടോ? ഇതറിയാൻ എന്താണ് താല്പര്യം എന്ന് രഘുവരനൊന്നും അറിയില്ല. എന്നാലും ചോദിച്ചതിക്ക് ഒരു വിവരം ഞാൻ പറയാം. ഞാൻ 1-2 പേരെ തല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കൈ ഓങ്ങുന്നതിന് മുമ്പ് ആ 2 പേരും എന്നെ തല്ലുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നടന്നിട്ടില്ല. കേരളയിൽ തന്നെ മുമ്പൊരിക്കൽ ഈ തല്ലിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു. അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ചെറുപ്പകാലത്ത്, അതായത് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ കളരി പഠിപ്പിക്കുമായിരുന്നു സ്കൂളിൽ. അങ്ങനെ ആഴ്ചയിൽ 2 ക്ലാസ്സാണ്, 2 മണിക്കൂർ നേരം. അങ്ങനെ പഠിച്ച് ഭയങ്കര കളരി അഭ്യാസിയാണെന്ന് എനിക്ക് എന്നെപ്പറ്റി തന്നെ അഭിപ്രായം ഉണ്ടായി. കോളേജിലെത്തിയ സമയത്ത് 2 വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഒരു അടി കശപിശ ഉണ്ടായപ്പോൾ കളരി അഭ്യാസം എന്ന നിലയിൽ എന്നെ മുന്നിൽ നിർത്തി. അങ്ങനെ കളരി അഭ്യാസമായി എനിക്ക് കിട്ടിയ അടിക്ക് കയ്യും കണക്കില്ല. എനിക്ക് നിലം തൊടാൻ പറ്റാത്ത രീതിയിലുള്ള അടിയായിരുന്നു. കാരണം ഒന്നാണ് എനിക്ക് മനസ്സിലായത്, എല്ലാ അഭ്യാസവും നിലത്ത് നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. എയറിൽ നിന്നിട്ട് നമുക്ക് അഭ്യാസം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ ക്യാൻറ്റീൻ്റെ മുമ്പിലിട്ടിരുന്ന വിറക് ഉള്ളി കൊണ്ടാണ് എനിക്ക് തലയ്ക്ക് അടി കിട്ടിയത്. വലിയ പാടാണ്, ഇപ്പോഴും ഉണ്ട്, നല്ല രസമുള്ള പാടാണ്. അപ്പോൾ അന്ന് ഒരു രക്തം ഇങ്ങനെ ഒലിക്കുന്ന എന്നെ ഇങ്ങനെ ചുമലിലേറ്റിക്കൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അവിടെ ഒരു ഗംഭീര പ്രകടനം നടത്തി. കാരണം തല്ലിയ ഗ്രൂപ്പിനെതിരായിട്ടുള്ള ജനവികാരം ഇളക്കി വിടാൻ വേണ്ടി. ജനവികാരം എന്ന് വെച്ചാൽ വിദ്യാർത്ഥി വികാരം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തിരക്കില്ല. അടിയൊക്കെ കിട്ടിയിട്ട് ആളുകൾക്ക് എൻ്റെ പേരിൽ നല്ല സിമ്പതി ഉണ്ടാവും. അങ്ങനെ ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു. സിമ്പതി വോട്ടുകൾ കിട്ടുമല്ലോ, അടി കൊണ്ടവനല്ലേ. അങ്ങനെ അടി കൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ മറ്റവന്മാർ ദുഷ്ടന്മാരാ നികൃഷ്ടന്മാരാണെന്നൊക്കെ പ്രചരിപ്പിച്ച് ഞാൻ തിരഞ്ഞെടുപ്പിൽ പക്ഷേ അതിഗംഭീരമായിട്ട് തോറ്റു. അത് ശരിക്കും പറഞ്ഞാൽ ഈ വിറക് കൊണ്ടുള്ള അടിയും തിരഞ്ഞെടുപ്പിൽ അടിയും, ഇതിനാണ് ഡബിൾ അടി എന്ന് നമ്മൾ പറയുന്നത്. അടിയുടെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. അതായത് നമ്മുടെ മുകേഷ് ഒരു ഗൾഫിൽ വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഹോട്ടൽ മുറിയിൽ മമ്മൂട്ടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. മമ്മൂട്ടിയുടെ കൈ പിടിച്ച് മുകേഷ് ഇങ്ങനെ നോക്കി. മമ്മൂട്ടി ചോദിച്ചു, എന്താ? അല്ല, രേഖ, നിനക്ക് രേഖ നോക്കാനൊക്കെ അറിയോ? അല്ല, അറിയില്ല. സത്യം പറ. അല്ല, അറിയില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ചറിയാമെന്നൊക്കെയുള്ള തോന്നിപ്പിക്കലൊക്കെ തോന്നിപ്പിച്ച അവസാനം മമ്മൂട്ടിക്ക് താല്പര്യം കയറി. അപ്പോൾ ഭാര്യയും മക്കളൊക്കെ, മമ്മൂട്ടിയുടെ ഭാര്യയും മക്കളൊക്കെ താല്പര്യം, മുകേഷിന് കരിയൊക്കെ നോക്കാൻ അറിയുമെന്നൊക്കെയുള്ള അവസാനം മുകേഷ് പറഞ്ഞു. പിന്നെ അതങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാവരുടെയും ഒന്നും നോക്കാറില്ല. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുക്ക് നോക്കും. പക്ഷേ നമുക്കിതിനകത്ത് എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് താല്പര്യമാണ്. ഒരുപാട് പുസ്തകങ്ങൾ അതൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ റിസർച്ച് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, ശരി, നീ നോക്ക്. അങ്ങനെ മുകേഷ് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കി മമ്മൂട്ടി പറഞ്ഞു, എന്താ? അല്ല, ഈ കൈരേഖ പ്രകാരം ഈ കൈവച്ച് നിങ്ങൾ ആരെയും തല്ലരുത്. എന്താ തല്ലിയാൽ തിരിച്ചടി കിട്ടി നിങ്ങൾ ചത്തു ഈ കൈ കൊണ്ട്, അതുകൊണ്ട് ആരെയും തല്ലരുതെന്ന് പറഞ്ഞു. മമ്മൂട്ടിയുടെ ഭാര്യയും മക്കളും ഭയങ്കര ചിരി ഇത് കേട്ടിട്ട്. അപ്പം മമ്മൂട്ടി ഇൻസ്പെക്ടർ ബൽറാമിലെ പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ വളരെ ഷാർപ്പായിട്ടൊന്ന് നോക്കി. എന്നിട്ടും ഭാര്യയും മക്കളും ചിരി നിർത്തിയില്ല. അത് കഴിഞ്ഞിട്ട് മുകേഷ് പറഞ്ഞു, അപ്പം നീ ആളെ കളിയാക്കാനാണ് കൈ? അല്ല, ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ കൈ കൊണ്ട് എന്നിട്ട് പിന്നെയും ഞാൻ പറയാം, വ്യക്തമായിട്ടുള്ള ഫലങ്ങൾ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് മുകേഷ് പിന്നെയും വളരെ ആലോചിച്ച് നോക്കുന്നത് പോലെ കയ്യിലിങ്ങനെ തലങ്ങും വിലങ്ങും നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ നോട്ടവും മുഖത്തോട്ട് നോട്ടവും, എന്താണെന്ന് വെച്ചാൽ നീ കാര്യം പറ. അതല്ല, ഇത് ശരിക്ക് പറഞ്ഞാൽ ഒരു കലാകാരനാവേണ്ട ആളുടെ കൈയാണല്ലോ, എന്ത് പറ്റി?